ഹനീഷ് ട്രാവലർ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതാണ് റോസ് ഫെസ്റ്റിവൽ കാണാൻ. എൻ്റെ ഫ്ലവറും കൂടി ആണ് റോസ്. എന്നാൽ വാ നമുക്ക് പോകാം, അടിച്ചു പൊളിക്കാം. വാ, ലെറ്റ്സ് ഗോ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഹനി പറഞ്ഞ അതുമാതിരി ഞങ്ങൾ റോസ് ഫെസ്റ്റിവൽ കാണാൻ പോകുന്നതാണ്. ചണ്ഡീഗഡിലത്തെ സക്കീർ ഹുസൈൻ റോസ് ഗാർഡനിലാണ് ഇപ്പോൾ റോസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരിയിലത്തെ അവസാനത്തെ ആഴ്ചയിലത്തെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് ചണ്ഡീഗഡ് റോസ് ഗാർഡനിൽ, അതായത് സക്കീർ ഹുസൈൻ റോസ് ഗാർഡനിൽ റോസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. രാവിലെ ഏകദേശം 9 മണിയായപ്പോഴാണ് ഞങ്ങൾ അംബാലയിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഞങ്ങൾ അങ്ങനെ ചണ്ഡീഗഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇൻഡോ ചൈനീസ് ഹക്ക നൂഡിൽസ് ഒക്കെ ഉണ്ടല്ലോ. കഫേ കൊച്ചി എന്ന് പറഞ്ഞിട്ട് ചണ്ഡീഗഡിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. ഇപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. ഇഡ്ഡലി, മസാല ദോശ അവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. ഹനീൻ്റെ പ്ലെയിൻ ദോശ. എങ്ങനെയായിരുന്നു ഹനി ഫുഡ്? അടിപൊളി. ഷേക്ക് അടിപൊളിയായിരുന്നു. അവിടെ ഒന്നും ഇരിക്കാതെ വാ പോവാം. ചെലോ നമുക്ക് ഗാർഡനിൽ പോവാം. ചണ്ഡീഗഡിലെ സെക്ടർ 16 സ്ഥിതി ചെയ്യുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് സക്കീർ ഹുസൈൻ റോസ് ഗാർഡൻ. ഇത് ഏഷ്യയിലത്തെ ഏറ്റവും വലിയ റോസ് ഗാർഡനാണ്. നമ്മുടെ ഫോമർ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ പേരിലാണ് 1967 സ്ഥാപിക്കപ്പെട്ട ഈ റോസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റോസ് ഫെസ്റ്റിവലിൻ്റെ സമയമായതുകൊണ്ട് തന്നെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. റോസ് ഫെസ്റ്റിവൽ അതൊക്കെ ഫ്ലവറിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ തന്നെ. അപ്പം നോർമൽ ദിവസങ്ങളിൽ ഈ സക്കീർ ഹുസൈൻ റോസ് ഗാർഡൻ രാവിലെ 8 മണി മുതൽ ഓപ്പൺ ആണ്. ഇപ്പോൾ ഈ റോസ് ഫെസ്റ്റിവലിൻ്റെ ഫെസ്റ്റിവിറ്റീസൊക്കെ തുടങ്ങുന്നത് 11 മണി മുതലാണ്. അപ്പോൾ ഇവിടെ എൻട്രി ഫ്രീ ആണ്. ഞങ്ങൾ എൻട്രി ചെയ്തു. ഇനി നമുക്ക് ഗാർഡൻ്റെ അകത്തേക്ക് നടക്കാം. ഏകദേശം 30 ഏക്കറിന് മുകളിൽ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ 1600 ഡിഫറെൻറ്റ് സ്പീഷീസിലായിട്ട് 50,000-ൽ കൂടുതൽ റോസ് ചെടികളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ എൻട്രൻസ് കടന്നകത്ത് വരുമ്പോൾ ഈ 2 സൈഡിലും ഈ നമ്മുടെ സക്കീർ ഹുസൈൻ റോസ് ഗാർഡനിലുള്ള ഡിഫറെൻറ്റ് റോസ് വെറൈറ്റീസിൻ്റെ പൂക്കൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂവിൻ്റെ പടവും അതിൻ്റെ പേരും. ഇതൊക്കെ ഈ റോസ് ഗാർഡനിലുള്ള റോസ് ഫ്ലവേഴ്സാണ്. എല്ലാ വർഷവും ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ റോസ് ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇപ്പോൾ റോസ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇവിടെ ഫ്ലവർ ഡെക്കറേഷൻ കോമ്പറ്റീഷൻസും നിറയെ സ്റ്റാൾസും പിന്നെ കുറേ ഗെയിംസ്, ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ റോസ് ഗാർഡനിൽ റോസ് ഫ്ലവേഴ്സ് മാത്രമല്ല ഉള്ളത്, റോസ് പ്ലാന്റ്സ് മാത്രമല്ല ഉള്ളത്, മെഡിസിനൽ പ്ലാന്റ്സും അതല്ലാണ്ട് ഡെക്കറേറ്റീവ് പ്ലാന്റ്സും പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു കാക്ടസ് ഗാർഡനും അതേപോലെ ഒരു ബോൺസായി ഗാർഡനൊക്കെ ഉണ്ട്. പക്ഷേ ഈ റോസ് ഫെസ്റ്റിവലിൻ്റെ ദിവസങ്ങളിൽ ഇതാണ് കുറച്ചും കൂടി കൂടുതൽ അട്രാക്റ്റീവായിട്ട്, ഈ ആക്ടിവിറ്റീസൊക്കെയാണ് കൂടുതൽ അട്രാക്റ്റീവായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലത്തെയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവർ സെറ്റിങ്സും ഒക്കെ ഉണ്ടാവും. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള റോസ് ഫ്ലവേഴ്സും ഈ 30 ഏക്കറിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന റോസ് ഫ്ലവേഴ്സും അതേപോലെ മറ്റ് പ്ലാന്റ്സൊക്കെ കാണാൻ സാധിക്കും. ഈ വർഷം 54ാമത് റോസ് ഫെസ്റ്റിവലിനാണ് റോസ് ഗാർഡൻ ആതിഥ്യമരുളുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് കണ്ടില്ലേ, ഇത് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ലോഗോയാണ്. അപ്പോൾ അത് ഫ്ലവറിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ നമുക്ക് ഫ്ലവറിലുള്ള കുറേ നിർമ്മിതികൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള റോസ് ഫ്ലവേഴ്സൊക്കെ വളർത്തിയിരിക്കുന്നത് ഇങ്ങനത്തെ കേർവ്ഡ് ലോൺസിലും അതേപോലെ സെപ്പറേറ്റ് ഫ്ലവർ ബഡ്സിലൊക്കെയാണ്. ചില സ്ഥലത്തൊക്കെ ഇതിങ്ങനെ കണ്ടോ നെറ്റൊക്കെ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചില സ്ഥലത്ത് അങ്ങനെ പ്ലെയിൻ ആയിട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പൂ പറിക്കുന്നത് ശിക്ഷാർഹമാണ്, 500 രൂപ ഫൈനും വരും. 2013 ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ 100ാമത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മേജർ റോസ് ഫെസ്റ്റിവൽ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ബോട്ടിൻ്റെ അടുത്ത് പോവാം. എനിക്ക് നല്ല മണം, ഈ മാരിഗോൾഡിൻ്റെ മണം.
എന്താ വാവ് ഹനി ഇവിടെ വരും. സ്വിമ്മിംഗ് പൂളല്ല, ഫൗണ്ടെയിൻ. ഇതുപോലത്തെ കുറേ പൂക്കളും കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ട പോലത്തെ ബോട്ട്, പിന്നെ ഒരു ആന, പിന്നെ എന്താണ് ഒരു മഷ്റൂം പോലത്തെ കൺസ്ട്രക്ഷൻ, അങ്ങനെ കുറേ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഒരു സൈഡിൽ ഹരിയാൻവി ഡാൻസും പിന്നെ ഒരു സൈഡിൽ രാജസ്ഥാനി ഡാൻസും ഒക്കെ ആ നാട്ടിലത്തെ കലാകാരന്മാർ വന്നിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ കേട്ട സൗണ്ട്. ഇവിടെ കണ്ടോ ഇങ്ങനെ ക്യാപ്പിൽ ഓർക്കിഡ് ഫ്ലവറും റോസും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അതിന് ചാർജ് ഉണ്ടാവുന്നു, പക്ഷെ അതൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഹനിയും ഞാനും അത് ചെയ്തു. ഹെയർ ബാൻഡ് മാറ്റ് കണ്ണ ആവുമല്ലോ. ഇങ്ങനെ ഏത് ക്യാപ്പ് വേണമെങ്കിലും ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം, ഫ്രീ ആണ്. ഞാൻ ഓർത്തു പൈസ ഉണ്ടാവും, ഫ്രീ ആണ്. ഇവിടെ എല്ലാവരും വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. അവിടെ വേറെ ആൾക്കാർ. അനി ഇതിന്റെ നടുവിൽ നിന്നോ കണ്ണ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്ലോറും കൊണ്ടുള്ള ആർച്ചിൻ്റെ അകത്തേക്ക്, അതായത് ഫൗണ്ടെയിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അകത്ത് കുറച്ച് ചെടീൻ്റെ വിൽപ്പനയും അതേപോലെ ഫ്ലവർ ഡെക്കറേഷൻ കോമ്പറ്റീഷൻ, അത് ഓൾറെഡി കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെയാണ്. അപ്പോൾ ഈ വാട്ടർ ഫൗണ്ടെയിൻസ് ഒക്കെ ഇവിടെ ഓൾറെഡി ഉള്ള ഇൻസ്റ്റലേഷൻസാണ്. ഇതൊന്നും റോസ് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രമായിട്ടുള്ള അഡീഷൻ അല്ല. ഇപ്പം നമ്മൾ ഈ കാണുന്ന എക്സ്ട്രാ ഇരിക്കുന്ന ഈ കോമ്പറ്റീഷൻ സ്ഥലങ്ങളുമൊക്കെ മാത്രമാണ് ഇത് റോസ് ഫെസ്റ്റിവലിന് വേണ്ടി ഇവർ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ബാക്കി ഈ ഫൗണ്ടെയിൻസ്, ബാക്കി ചെടികളൊക്കെ ഇവിടെ ഉള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതുപോലെ പൂക്കളും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനിമൽസ് ഒക്കെ ഉണ്ടെന്ന്. ഇവിടെ ഒരു ഷീപ്പുണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ലയൺ ഉണ്ട്, പിന്നെ അതേ കൊട പോലെ ഇരിക്കുന്ന ഈ ക്രിസാന്തിമം ഫ്ലവേഴ്സ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതുണ്ട്, പിന്നെ ഒരു കോഴിയുണ്ട്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇവർ ഫ്ലവറും കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പൂക്കളും കൊണ്ടുള്ള രംഗോലി കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിന് ഓൾറെഡി പ്രൈസൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഓരോത്തിനും കിട്ടിയ പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സെക്കൻഡ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ. ഇതിപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ്, ശിവലിംഗവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഫ്ലവറും കൊണ്ടും അതേപോലെ നോർമൽ കളറും കൊണ്ടൊക്കെയുള്ള രംഗോലി കോമ്പറ്റീഷൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി രംഗോലി കോമ്പറ്റീഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കോമ്പറ്റീഷൻ്റെ റിസൾട്ട്സ് ആണ് കാണുന്നത്. ഇപ്പോൾ ലൈവ് ഫ്ലവേഴ്സും കൊണ്ടുള്ള ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഡ്രൈ ഫ്ലവേഴ്സും കൊണ്ടുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സൈഡിലൊക്കെ പൂ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കണ്ടോ, വിൽക്കുന്ന സ്റ്റോളം. ഇവിടെയൊക്കെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കോമ്പറ്റീഷൻ്റെ ക്ലാസ് ആണ്. നമുക്കിനി ആ റോസസിൻ്റെ അടുത്ത് പോവാം. അങ്ങോട്ട് കണ്ടു, ഇതും എന്തോ കോമ്പറ്റീഷനാണ്. ഇത് നോക്കുക, ഇത് സെക്കൻഡ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ഇത് സെക്കൻഡ്. ജെറേനിയം. നോക്കൂ, ഇത് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കോമ്പറ്റീഷനാണ്. കട്ട് ഫ്ലവേഴ്സ് അല്ല, മുഴുവൻ പൂച്ചെടികൾ അതിൻ്റെ ചട്ടിയോടെയുള്ള അറേഞ്ച്മെൻറ്റ്സാണ്. ഇപ്പോൾ ഓരോ ചെടികളും ഏതാണെന്നും അതിൻ്റെ വിഭാഗം ഏതാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ ഭംഗിയും ആസ്വദിച്ച് അങ്ങനെ നടക്കാൻ പറ്റും. ഇതും ഒരു വലിയ ഏരിയയിലുണ്ട്, നിറയെ ട്യൂലിപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ട്യൂലിപ്സ് വളരെ കുറച്ചേ ഉള്ളൂ,
ഓൾറെഡി ട്യൂലിപ്സിൻ്റെ സീസൺ ആയി. ഡൽഹിയിലൊക്കെ നിറയെ ട്യൂലിപ്സ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ കാക്ടസ് ഗാർഡൻ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഇവിടെ കാക്ടസ് അറേഞ്ച്മെൻറ്റ് കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഇത് കുറേ ക്രിസാന്തിമം ഫ്ലവേഴ്സ്, കാക്ടസ്, അങ്ങനെ നിറയെ നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണെല്ലാം. വലിയ ഡാലിയൊക്കെ എന്തൊരു വലിപ്പമാണെന്നറിയോ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഈ തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സിനൊക്കെ കുറച്ച് കളറും കൂടുതലാണ് നോർമലി. ഇതിപ്പം ഇവിടെ ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയില്ലേ, അന്നേരം തണുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്പ്രിങ് സീസണായി. ഇപ്പം നമ്മൾ ഈ റോസ് ഗാർഡനിൽ വരാണ്ട് തന്നെ ചണ്ഡീഗഡിലത്തെ എല്ലാ റൗണ്ട് അബൌട്ട്സിലും ഇപ്പോൾ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിന്ന് നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ചണ്ഡീഗഡ് സിറ്റി. അപ്പോൾ ഇവിടെ ചണ്ഡീഗഡിൽ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് നിറയെ പൂക്കളും നല്ല പച്ചപ്പൊക്കെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക. അപ്പോൾ ചണ്ഡീഗഡ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വളരെയധികം ആലോചിച്ച് ഡിസൈൻ ചെയ്തെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ സിറ്റിയാണ്. അതായത് ഒരു വളരെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സിറ്റിയാണല്ലോ ചണ്ഡീഗഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂക്കളമൊക്കെ കൂടി നിറയെ നല്ല ഭംഗിയായിട്ടാണ് റൗണ്ട് അബൌട്ട്സും ഒക്കെ ഇവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പ്രിങ്ങിൽ ചണ്ഡീഗഡ് കാണാൻ കുറച്ചും കൂടി കൂടുതൽ ഭംഗിയാണ്. ഇത് ബോൺസായി ട്രീകളുടെ ഒരു കോമ്പറ്റീഷൻ്റെ ഏരിയയാണ്. അപ്പോൾ ബോൺസായി എന്താണെന്നും അതിൻ്റെ ബോൺസായി ചെടികൾ ഉണ്ടായതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇപ്പോൾ കണ്ടില്ല, അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹനി എന്തോ ഒരു ഗണേഷ് ജി കിടക്കുന്നു, കുഞ്ഞു ഗണേഷ് ജി അതാ കിടക്കുന്നു, കണ്ടോ? ഉള്ളിൽ കയറാൻ പറ്റില്ല. എറ്റേണൽ ഫ്ലെയിം എന്നാണ് ഈ ഫ്ലവറിൻ്റെ പേര്. അങ്ങനെ കുറേ ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ഓമ ഫ്ലാമിംഗോ, ദാറ്റ് ഈസ് സിപ്രാൽ. ആ ഫ്ലവർ സിപ്രാലാണ്. ഇതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ള, അതിൻ്റെ പേര് നത്താഷ മോണറ്റ് ആണ്. പിങ്ക് ഇതിൻ്റെ പേര് ഓറഞ്ച് സെൻസേഷൻ. ഞങ്ങളങ്ങനെ നടന്ന് റോസ് ഗാർഡനിൽ ഈ റോസിൻ്റെ ചെടികൾ മാത്രമുള്ള ഏരിയയിലെത്തി. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഓൾറെഡി ഡ്രോയിങ് കോമ്പറ്റീഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഈ റോസിൻ്റെ ഫ്ലവർ ബഡ്സിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയിൽ റോസ് പൂക്കളിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പൂക്കൾ കുറവാണെന്നാണ് ഇവിടുന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് നല്ലോണം ബ്ലൂം ചെയ്ത് നിൽക്കുന്നുണ്ടാവും ഈ സീസണിൽ, ഈ സമയത്ത്, അതായത് ഫെബ്രുവരി ലാസ്റ്റിലൊക്കെ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും നിറയെ കാണാനുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ 30 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ലാൻഡാണ് ഈ സഖ്യ റോസ് ആൻഡ് റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് ഈ റോസ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് എന്താണ് മ്യൂസിക് ഫൗണ്ടെയിനും വേറെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ഗാർഡനിലല്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ സഖ്യ റോസ് ആൻഡ് റോസ് ഗാർഡൻ എഴുതിയിട്ടൊരു മൈൽ സ്റ്റോൺ കണ്ടില്ലേ, ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ വൈകുന്നേരം മ്യൂസിക്കൽ ഫൗണ്ടെയിനും മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ വൈകിട്ട് വന്നാൽ മതി. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വൈകുന്നേരം വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നാൽ വെയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ട് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കാം. ഇത്രയും ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫൗണ്ടെയിൻസിൻ്റെയൊക്കെ അടുത്തുകൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല രസമുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് വൈകുന്നേരം സമയമില്ലാത്ത കാരണമാണ് പിന്നെ രാവിലെ തന്നെ വന്നത്. പിന്നെ തീരുന്ന ദിവസം, അതായത് സൺഡേ ആണ് ഞങ്ങൾ വന്നത്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയിൽ നടക്കുന്നതിൽ സൺഡേ ആണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പിന്നെ തിരക്കാവും എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ വന്നത്. അപ്പോൾ ഇവിടെ നിറയെ ഈ എന്താണ് ഭക്ഷണ സാധനങ്ങളുടെ സ്റ്റാളും അല്ലാണ്ടുള്ള സ്റ്റാളുകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ഒരു ലെഷർ വാക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ
റോസ് ഫെസ്റ്റിവലിൻ്റെ ടൈം. അപ്പം നമുക്ക് എന്താ പറയുക, ഇത്രയും ഫെസ്റ്റിവിറ്റീസ് ഒന്നും വേണ്ട, ഒരു കാം വാക്കാണ് വേണ്ടത്. പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കാന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലാത്ത സമയത്ത്, അതായത് ഈ റോസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇപ്പോൾ വർഷത്തിൽ വെറും 3 ദിവസം മാത്രമാണല്ലോ നടക്കുക. അതല്ലാണ്ട് ഹോൾ ഇയറിൽ ഈ സഖി റോസ് ആൻഡ് റോസ് ഗാർഡൻ പബ്ലിക്കിന് ഓപ്പൺ ആണ്, വിത്തൗട്ട് എനി എൻട്രി ഫീസ്. രാവിലെ എല്ലാ ദിവസവും 6 മണി മുതൽ രാത്രി 10 മണി വരെ ഈ ഗാർഡൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ അതിൻ്റെ അകത്ത് ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് ഇവിടുത്തെ പൂക്കളൊക്കെ ആസ്വദിച്ച് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇനി ഇവിടെ ഒരു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഗെയിംസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് ഹനി പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പോഴാണ് സൈഡിൽ കുറച്ച് കടകളൊക്കെ കണ്ടത്. അപ്പോൾ ഇനി അവിടെ എന്തൊക്കെയാണ് വിൽക്കുന്നതെന്നൊന്ന് നോക്കിയാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം. അപ്പോൾ കൂടുതലും ഈ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് വളവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഡ്രസ്സ്, ചപ്പൽ, പിന്നെന്താ ഓർണമെൻറ്റ്സ്, ഫാൻസി ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടിപ്പോൾ സ്റ്റാളിൽ കാണുന്നത്. ഗെയിം സോണിലേക്കാണ് പോകുന്നത് അല്ലേ? സോറി, പ്ലേ ഗ്രൗണ്ട്. എനിക്ക് എവിടെ പോയാലും പിന്നെ അത് പോകാണ്ട് പറ്റില്ലല്ലോ. അതെയാ, എന്നാ നോക്കിയാലോ? ഇവളെ കളിക്കാൻ വിട്ടിട്ട് നമുക്ക് നോക്കാൻ വരാം. ദാറ്റ് വിൽ ബി ഗുഡ്. നോ, എന്താണ് നീ ഉണ്ട് പറഞ്ഞേ? എന്തിനാ ഹനി? അത് ബിസിൽ, അത് അല്ല ബൂബുനോ, ഇത് നമുക്ക് തൂക്കാൻ സ്ഥലമില്ല. പക്ഷെ ആ ഫൗണ്ടി ഇവിടെ നല്ല ഉണ്ട്. വെള്ളം വഴിയുണ്ടോ മേത്ത്? ഇത്തിരി താഴെ പൊക്ക. ആ കുഞ്ഞിൻ്റെ അടുത്ത് പോവാം. നല്ല സുഖം ഉണ്ടാവില്ലേ ഹനി ചൂടത്ത്? അല്ല, അത് നോക്കതാ, പിന്നെ പേരുണ്ട്. ആ താഴെ റെയിൻബോ, കറക്റ്റ്. വരത്തുന്നുണ്ട് വെള്ളം തെറിക്കുന്നത്. ഇതെന്താ? ഫൺ ഗെയിം. ഓഹനി റിങ് എറിയുന്നിടത്തൊക്കെ നല്ല തിരക്ക. രണ്ടെണ്ണത്തിൽ കയറ്റാം. ആ ചാടുന്നത് എയറോപ്ലെയിൻ. ഞാനിവിടെ നിൽക്കാം. ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഒരു 3 സ്ഥലത്തായിട്ട് ഈ ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നുള്ള ഫ്ലവർ കണ്ടത്. അതിൻ്റെ അടുത്തുനിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ ഒരു വിശ്വകർമ്മ അസോസിയേഷൻ്റെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ വെക്കുന്ന ഭാഗമുണ്ട്. അപ്പം അവിടെയും കൂടി വന്നിരിക്കുകയാണ്. അവിടെ ഈ മൺപാത്രമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ലൈവ് ഡെമോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. കണ്ടോ? നിനക്ക് ഉണ്ടാക്കണോ? വേണ്ട, കയ്യിലെടുക്കോ. ചെളിയാവും. എനിക്ക് കയ്യിൽ ചെളിയാവും. ഭുവനേശ്വരി ആൻറ്റി ഉണ്ടാക്കുന്ന പോലത്തെ ക്രോഷ്യൻ്റെ ഫ്ലവേഴ്സ് ഉണ്ട്. അതിന് ക്രോഷ്യൻ്റെ ബാഗ്സ്, മുഴുവൻ ഐറ്റംസ്. ഞങ്ങളങ്ങനെ നടന്ന് തിരിച്ച് എൻട്രി പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ എത്തി. ഞങ്ങൾ 11 മണിക്ക് ഇതിൻ്റെ അകത്ത് കയറി. ഏകദേശം 12:30 ആകുമ്പോഴത്തേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. 1.5 മണിക്കൂറൊന്നുമല്ല, നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും ആക്ടിവിറ്റീസും സ്ഥലങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പൈപ്പാവും
വാ ആയ ഇനി പോവാം. ചലോ. അങ്ങനെ ഞങ്ങളത് ഈ വർഷത്തെ റോസ് ഫെസ്റ്റിവലും കണ്ട് തിരിച്ചമ്പാലേക്ക് പോവാണ്. അപ്പം നമുക്ക് ഇത് പക്ഷെ നോക്കി ഇപ്പം എന്തൊരാൾക്കൂട്ടാന്ന്. നമ്മൾ വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ടായിട്ടില്ല. ഇത് പക്ഷെ നോക്ക് ഇപ്പം നല്ല ആൾക്കൂട്ടായി. നമ്മൾ വരുമ്പോൾ ഇത്രയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളത് പുറത്തെത്തി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോസ് വെറൈറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കിനി റോസ് ഫെസ്റ്റിവലിനല്ലാണ്ട് റോസ് ഗാർഡൻ മാത്രമായിട്ട് കാണാൻ ഒരു പ്രാവശ്യം വരാം. അപ്പോൾ പിന്നെ ഈ ഏച്ചുകെട്ടലുകളൊന്നും ഇല്ലാണ്ട് ഗാർഡൻ്റെ ഭംഗി മാത്രമായിട്ട് ആസ്വദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.